ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതേ നമ. ഓം മഹാഗണപതേ നമ. നമസ്കാരം. ഞാൻ സന്തോഷ് അമ്പലത്ര. നമ്മുടെ ഈ ഒരു ചാനലിലോട്ട്, സന്തോഷ് പഴമ അമ്പലത്ര എന്ന ഈ ചാനലിലോട്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും തുടക്കത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സഹായിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം പുതുവർഷ ഫലമാണ്. 2024 എങ്ങനെയാണ് നമുക്ക് അനുഭവത്തിൽ വരിക എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിനെ അടിസ്ഥാനമാക്കി പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇന്ന് പ്രഥമ നക്ഷത്രമായ അശ്വതി നക്ഷത്രം 2024 എന്തൊക്കെ ഗുണഫലങ്ങൾ, എന്തൊക്കെ ദോഷഫലങ്ങൾ കൂടെയാണ് ഈ നക്ഷത്രക്കാർ ഈ ഒരു വർഷം കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അശ്വതി നക്ഷത്രം മേടക്കൂറാണ്. നമുക്കറിയാം, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക ചേർന്ന 2.25 നക്ഷത്രമാണ് മേടക്കൂറ്. അപ്പോൾ മേടക്കൂറിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പല പ്രവചനങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. അതേപോലെ തന്നെ 11 ശനി സഞ്ചരിക്കുന്നു, 12 രാഹുവും 6 കേതുവും ആണ് പ്രധാനമായിട്ട് ഗ്രഹസ്ഥിതിയെ നിയന്ത്രിക്കുന്ന കുറച്ച് ഘടകങ്ങൾ. പിന്നെ ശുക്രനും ചൊവ്വയും ബുധനും ഒക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് നമുക്ക് ദീർഘകാലങ്ങൾ കൊണ്ട് മാറുന്ന ഫലങ്ങളാണ് ഈ ഒരു വർഷത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ 11 വ്യാഴം 11 ശനി, വ്യാഴം ജന്മത്തിലാണല്ലോ, 11 ശനി നമുക്ക് കുറച്ച് ഗുണഫലങ്ങൾ തരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ജന്മത്തിലെ വ്യാഴവും കുറച്ച് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ വരുത്തുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 6 കേതു രോഗദുരിതങ്ങളെ സൂചിപ്പിക്കുന്നു. 12 വിഷയങ്ങൾ, വീഴ്ചകളും ദുർച്ചെലവുകളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 11 ശനി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതൊരു നല്ല ഫലമാണ്. കാരണം നമുക്ക് എപ്പോഴും നല്ലത് ആദ്യം കേൾക്കുവാനാണല്ലോ താല്പര്യം. അപ്പോൾ ആദ്യം നല്ല ഫലങ്ങൾ പറയാം. അശ്വതി നക്ഷത്രത്തിൽ ഈ 2024 വരുന്ന നല്ല ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രതാപശാലികളോ അല്ലെങ്കിൽ കീർത്തിയുള്ളവരോ അല്ലെങ്കിൽ അവാർഡുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിട്ട് അശ്വതി നക്ഷത്രക്കാർ 2024 കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ പ്രശംസകളോ ഒക്കെ വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് 2024 കാണുന്നുണ്ട്. സിനിമാ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുകയും അവാർഡുകൾ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുകയും പുതിയ വർക്കുകളൊക്കെ കിട്ടുവാൻ ഉതകുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്ന ഒരു കാലഘട്ടമായിട്ട് 2024 കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീലാഭം ഉണ്ടാകുന്ന ഒരു ഫലമാണ് 11 ശനി പറയുന്നത്. സ്ത്രീലാഭം, വിവാഹം, ഈ പറഞ്ഞ പോലെ നോക്കുന്നവർക്കൊക്കെ വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ സന്താനങ്ങളെ വിഷയങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ വീട് വെക്കാനോ വസ്തു വാങ്ങാനോ ഒക്കെ സാധ്യത കാണിക്കുന്ന ഒരു കാലഘട്ടമായിട്ടും കാണുന്നുണ്ട്. പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുവാനും പറ്റുന്ന ഒരു സമയമായിട്ട് ഈ 2024 നമുക്ക് കാണാം. വാഹനഭാഗ്യമൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളിലോട്ടൊക്കെ മാറുന്ന ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് നിങ്ങളുടെ പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ എടുക്കുവാനൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. പിന്നെ വാഹനങ്ങൾ സ്വന്തമാക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആകുന്നുണ്ട്. പഴയത് മാറ്റി പുതിയതിലോട്ട് പോകുന്ന ഒരു ട്രെൻഡ് തന്നെ ഈ ഒരു 24 കാലഘട്ടത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. വിദേശത്തൊക്കെ ഇരിക്കുന്നവർ സ്വദേശത്ത് വരാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വദേശത്ത് നിൽക്കുന്നവർ വിദേശത്തോട്ടൊക്കെ പോകാനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിട്ടും 2024 കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ധനവും ബുദ്ധിയും നശിക്കുമെന്ന് പറയും. അപ്പോൾ ധനത്തിന് ചെലവ് വരിക അല്ലെങ്കിൽ പുതിയ
നല്ല കാര്യങ്ങൾ ചെയ്യുക, വീട് വെക്കുകയോ വസ്തു വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ധനം ഒരുപാട് ചിലവായി പോകുന്ന ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ മക്കളുടെ വിവാഹങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന വിഷയങ്ങളിലൊക്കെ ധനം ഒരുപാട് ചിലവാകും. മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ കാശ് ചിലവാക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ സ്ഥാനഭ്രംശം ഉണ്ടാകുവാനുള്ളൊരു സാധ്യത ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. 2024 സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ ജോലിയിൽ ട്രാൻസ്ഫർ വരാം, അല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ വീട് മാറേണ്ടി വരാം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥാനമാറ്റങ്ങൾ, ജോലി സ്ഥലത്തോ താമസിക്കുന്ന സ്ഥലത്തോ സ്ഥാനമാറ്റങ്ങൾ കൂടെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് 2024. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. ജോലിയിലൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരുവാനും നമുക്ക് പ്രതീക്ഷിക്കാത്ത ശത്രുതകൾ ജോലി സ്ഥലത്ത് വർദ്ധിപ്പിക്കുന്നതാണ് ശരിക്കും ശത്രുക്കളെ. അതായത് മേടം രാശിയുടെ 6ാം ഭാവാധിപത്യം തന്നെ ലഗ്നാധിപനോ ഉള്ളത് കൊണ്ട് നമ്മുടെ ശത്രു നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത ആ രാശിയുടെ ഒരു ജന്മഫലമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രശസ്തി ഒക്കെ വരുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ആ വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നത് പൊതുവെ അത്ര ഗുണകരമാണ് എങ്കിലും ഈ പറഞ്ഞ പോലെ ധനപരമായ കാര്യങ്ങൾ നമ്മൾ വേണ്ട സമയത്ത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ പുതിയ ഒരു ബിസിനസ് തുടങ്ങുക, ഒക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെയൊക്കെ എടുത്തു ചാടി വരുന്നത് ഈ ധനനഷ്ടത്തിന് സഹായിക്കാനുള്ള സാധ്യത കൂട്ടുന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിലവുകൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ചിലവുകൾ വന്ന് ധനം ചോർന്നു പോകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാനോ ഒക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ഈ 2024 വരുന്നത്. അപ്പോൾ അങ്ങനെ ധനപരമായ ക്രയവിക്രയങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ആവശ്യമുള്ള പിന്നെ ചിലവുകൾ മാറ്റിവെക്കുകയും അത്യാവശ്യമുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ട് കാശ് ചിലവാക്കുന്നതുമാണ് ഈ സമയത്ത് ബുദ്ധിപൂർവമായിട്ടുള്ളത് എന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6ലെ കേതു നമുക്ക് ഈ പറഞ്ഞ പോലെ തസ്കരാരാദി വിഘ്നാദി വേദയാച്ച തനുക്ഷതി മരണം വാരി ശസ്ത്രേണ എന്ന് പറയുന്ന ഒരു ഫലം പറയുന്നു. അപ്പോൾ രോഗദുരിതങ്ങളും ഹോസ്പിറ്റൽ വാസവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രോഗദുരിതങ്ങൾ നമുക്ക് വരുവാനുള്ള സാധ്യതയും ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോൾ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ധനം കുറച്ച് ഒന്ന് ഫണ്ട് ശേഖരിച്ച് വെക്കുകയും അല്ലെങ്കിൽ അനാവശ്യമായ ചിലവുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ താനോ തനിക്ക് തുല്യർക്കോ ഈ പ്രയാസങ്ങൾ വന്നാലും മതി എന്നുള്ളതും ശാസ്ത്രം പറയുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ 12ലെ രാഹു പാവം വ്യയം ച പതനം നിരേ വാമാമ്പകം സ്ഥാനഭ്രംശം ച വൈകല്യം. അപ്പോൾ അവിടെയും ഒരു സ്ഥാനഭ്രംശത്തെ നമുക്ക് ആചാര്യൻ കാണിച്ചു തരുന്നു. പിന്നെ വൈകല്യം, കാലിനൊക്കെ ചെറിയ വീഴ്ചകളോ പ്രയാസങ്ങളോ വരുവാനുള്ളൊരു സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ നിന്ന് വീഴ്ചകളോ തട്ടുമുട്ടലുകളോ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ സമയം നിങ്ങൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം വാഹന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അമിതമായിട്ടൊക്കെ വേഗതയിൽ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അങ്ങനെ കൂടെ പോകുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊക്കെ ഒരു വീഴ്ചയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വ്യാഴത്തെ നമുക്കൊണ്ട് വിഷ്ണുവിനെയോ അല്ലെങ്കിൽ കൃഷ്ണനെയോ ഭജിക്കാം. അപ്പോൾ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ അടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കഴിയുമെങ്കിൽ ഒരു തുളസിമാലയോ നെയ്വിളക്കോ പാൽപ്പായസമോ ഒക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാന് സമർപ്പിച്ച് ഉള്ളു നിറഞ്ഞ് പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങളുടെ ദോഷങ്ങളെ മാറ്റി ഗുണങ്ങളെ വർദ്ധിപ്പിക്കുവാനും 2024 ഏറ്റവും നല്ലൊരു വർഷമാക്കി നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗുണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ശനി ഭഗവാനാണ്. അപ്പോൾ ശനി ഭഗവാനെയും നമുക്ക് പ്രീതിപ്പെടുത്തുന്നത് ഗുണങ്ങളെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ശനിയാഴ്ച ഈ പറഞ്ഞതുപോലെ ശിവന് ജലധാര, കുവളമാല, പിൻവിളക്ക് ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ശാസ്താവിനെ ഭജിക്കുന്നതും നല്ലതാണ്. ഈ ശബരിമല ദർശനം നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. അപ്പം പോകാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഒരു നെയ്ത്തേങ്ങയെങ്കിലും പോകുന്നവരുടെ കയ്യിൽ കൊടുത്തയച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈ പറഞ്ഞ സബലീകരിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് ഒരിക്കൽ കൂടെ ഒന്നും കൂടെയൊക്കെ കേട്ടതിന് ശേഷം വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട മേഖലകളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ
2024 എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരാനും ഈ പറഞ്ഞ കൊറോണ പോലുള്ള അസുഖങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ടൊക്കെ വരുവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളും ജോലിയിൽ പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ 2024 കുറച്ച് പൊതുവായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനുമൊന്ന് കരുതി മനസ്സുകൊണ്ട് കരുതിയിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ നമുക്ക് വന്നതുപോലെ വരികയാണെങ്കിൽ അതിനെയും പ്രതിരോധിക്കുവാനുള്ള ഒരു മുൻകരുതലുകൾ നമ്മളെപ്പോഴും എടുക്കുന്നതും നല്ലതാണ്. ഇനി അടുത്തൊരു ഭരണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.